കൂടോത്ര വിവാദത്തിൽ നേതാക്കന്മാർക്കെതിരെ ആഞ്ഞടിച്ച് യൂത്ത് കോൺഗ്രസ്. പണിയെടുക്കാതെ കൂടോത്രം ചെയ്താൽ പാർട്ടി ഉണ്ടാകില്ല എന്ന് യൂത്ത് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് അബിൻ വർക്കി പറഞ്ഞു. സയന്റിഫിക് ടെമ്പർ എന്ന വാക്ക് നൽകിയ നെഹ്റുവിന്റെ പിന്മുറക്കാരാണെന്ന് ഓർക്കണം. കൂടോത്രം എന്നൊക്കെ പറഞ്ഞു നടക്കുന്നവർ പാർട്ടിക്ക് നാണക്കേടാണ് എന്നും അബിൻ വർക്കി പറഞ്ഞു. യങ് ഇന്ത്യ യൂത്ത് ലീഡേഴ്സ് മീറ്റിന്റെ കുറ്റ്യാടിയിലെ പരിപാടിയിലാണ് അബിൻ വർക്കിയുടെ പ്രസംഗം. പണിയെടുക്കാതെ ഈ പാർട്ടിയിൽ ഏതായാലും പാർട്ടി ഉണ്ടാവില്ല. ഇപ്പൊ കൂടോത്രം വെച്ചാലും പാർട്ടി ഉണ്ടാവില്ല. അതാണ് യാഥാർത്ഥ്യം. ഈ കൂടോത്രക്കാരൊക്കെ വിചാരിക്കുന്നത് ഇത് 21ാം നൂറ്റാണ്ടാണെന്നും 2024 ഈ പാർട്ടി എന്ന് പറഞ്ഞാൽ ഈ രാജ്യത്തോട് സയന്റിഫിക് ടെമ്പർ എന്ന വാക്ക് ഇവിടെ പറഞ്ഞു തീർത്ത അല്ലെങ്കിൽ പ്രതിഫലിപ്പിച്ച ജവഹർലാൽ നെഹ്റുവിന്റെ പാർട്ടിയാണ് ഇത് എന്നുള്ളത് കണ്ടെത്തുകയാണ്. ഈ കൂടോത്രമൊക്കെ വരുമാനമാർഗമാക്കിയവരും മറ്റുള്ളവരെ നശിപ്പിക്കാൻ ഇറങ്ങിയവരും ആയ വ്യക്തികൾ അല്ലെങ്കിൽ ആരാണെങ്കിൽ അവർക്ക് ഇതൊന്നും മനസ്സിലാക്കി വെക്കുന്നത് നല്ലതാണ്. അതുകൊണ്ട് കൂടോത്രം ചെയ്തിട്ടൊന്നും കാര്യമില്ല. നമ്മൾ പണിയെടുത്താലേ പാർട്ടി ഉണ്ടാവുകയുള്ളൂ. 2 പണിയെടുത്താലേ നിങ്ങൾ നേതാക്കന്മാരാവുകയുള്ളൂ. സിനോജ് തോമസിന്റെ വിവരങ്ങളുമായി. സിനോജ്, ഇന്നലെ ഈ വാർത്ത പുറത്തു വരുന്ന ഘട്ടത്തിൽ യൂത്ത് കോൺഗ്രസിൽ നിന്ന് പ്രതികരണം വന്നില്ലല്ലോ എന്ന് ആലോചിക്കുമ്പോഴാണ് ഇപ്പോൾ പ്രസംഗത്തിൽ തന്നെ യൂത്ത് കോൺഗ്രസ് നേതാവിന്റെ പ്രതികരണം വന്നിരിക്കുന്നത്. വലിയ കയ്യടിയും കേൾക്കാമായിരുന്നു. എന്താണ് പിന്നീട് ഈ വിഷയത്തിൽ അബിൻ വർക്കി പ്രതികരിക്കുകയുണ്ടായോ? ഇതിപ്പോൾ അബിന്റെ മാത്രം പ്രതികരണമായി ചുരുങ്ങുന്നുണ്ടോ യൂത്ത് കോൺഗ്രസിൽ? സ്മൃതി, കഴിഞ്ഞ ദിവസമാണ് കെ സുധാകരൻ്റെ വീട്ടുവളപ്പിൽ നിന്ന് കൂടോത്രം പുറത്തെടുത്തത്. അതുമായി ബന്ധപ്പെട്ട് മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ ആരും തന്നെ വിശദമായി പ്രതികരിക്കാൻ തയ്യാറല്ല. കെ സുധാകരൻ തന്നെ പറഞ്ഞത് കൂടുതൽ അറിയണമെങ്കിൽ ഉണ്ണിത്താനോട് ചോദിക്കാനാണ്. രാജ്മോഹൻ ഉണ്ണിത്താനോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഈ വീട് എവിടെ നിന്ന് കിട്ടി, അതിൻ്റെ ഉറവിടം പറഞ്ഞാൽ കൂടുതൽ പ്രതികരിക്കാമെന്ന് അദ്ദേഹം പറഞ്ഞ് ഒഴിഞ്ഞു മാറുന്ന സാഹചര്യമാണ് ഉണ്ടായത്. ഏതായാലും 1.5 വർഷം മുൻപുണ്ടായിരുന്ന ഒരു വീഡിയോയാണെന്ന് പറയുന്നു. അന്നാണ് ഈ കൂടോത്രം പുറത്തെടുത്തതെന്ന് പറയുന്നു. അതുമായി ബന്ധപ്പെട്ടാണ് യൂത്ത് കോൺഗ്രസിൻ്റെ നേതാവ് അബിൻ വർക്കി ഈ പരസ്യമായി, അതായത് യൂത്ത് കോൺഗ്രസിന് യങ് ഇന്ത്യ പരിപാടി എല്ലാ മണ്ഡലങ്ങളിലും നടക്കുന്നുണ്ട്. ഇത് കുറ്റ്യാടി മണ്ഡലത്തിൽ നടന്ന പരിപാടിയുടെ ഒരു പ്രസംഗ ഭാഗമാണ് പുറത്തു വന്നിരിക്കുന്നത്. എല്ലാ മണ്ഡലത്തിലും ഈ പ്രസംഗം നടക്കുന്നുണ്ട്. ഞാൻ അബിൻ വർക്കിയെ ഫോണിൽ ബന്ധപ്പെട്ടിരുന്നു. അദ്ദേഹം ഇപ്പോൾ പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല. പക്ഷേ എല്ലാ വേദികളിലും ഇദ്ദേഹം ഈ വിഷയം പറയുന്നുണ്ടെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. അതായത് ഒരു താക്കീതായിട്ട് അല്ലെങ്കിൽ ഒരു ഉപദേശമായിട്ട് യൂത്ത് കോൺഗ്രസ് അണികൾക്ക് നൽകുകയാണ്. ഒപ്പം തന്നെ കോൺഗ്രസ് നേതാക്കൾക്ക്, ഈ കൂടോത്രം വെച്ച നേതാക്കൾക്കുള്ള ഒരു മറുപടി കൂടിയാണ് യൂത്ത് കോൺഗ്രസ് നൽകുന്നത്. അതായത് ഈ കൂടോത്രം വെച്ച് നടക്കാതെ പണിയെടുത്തു കഴിഞ്ഞാൽ പാർട്ടിയുടെ നേതാവാം, പാർട്ടി രക്ഷപ്പെടുമെന്ന് പറയുന്നു. അല്ലെങ്കിൽ പാർട്ടി തകർന്നു പോകുന്ന മുന്നറിയിപ്പാണ് യൂത്ത് കോൺഗ്രസ് നൽകുന്നത്. രാഹുൽ മാങ്കൂട്ടം ഉൾപ്പെടെയുള്ള നേതാക്കളെ വേദിയിരുത്തിക്കൊണ്ടാണ് അബിൻ വർക്കി ഈ പ്രതികരണം നടത്തിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ആ പ്രസംഗത്തിൽ അബിൻ വർക്കി പറയുന്നുണ്ട്, രാഹുലിനെതിരെ ഞാൻ കൂടോത്രം വെക്കാൻ ഇറങ്ങിയാൽ എന്തായിരിക്കും അവസ്ഥ, കൂടോത്രം വെക്കാതെ ഞാൻ പണിയെടുത്താൽ എനിക്കും പാർട്ടിയുടെ അധ്യക്ഷനാകാമെന്ന് പറഞ്ഞുകൊണ്ടാണ് അബിൻ വർക്കി പ്രസംഗം നടത്തുന്നത് തന്നെ. അതായത് ഈ കൂടോത്രം വെച്ചത് ആരാണോ അവർക്കെതിരെ കൃത്യമായ ഒരു സന്ദേശം നൽകുകയാണ് യൂത്ത് കോൺഗ്രസ്. നെഹ്റുവിൻ്റെ പിൻതലമുറക്കാരാണ് നമ്മൾ. അതുകൊണ്ട് ഇങ്ങനെ കൂടോത്രം വെച്ച് 21ാം നൂറ്റാണ്ടിൽ എതിരാളി ഇല്ലാതാക്കാൻ ശ്രമിക്കരുത്. അത് കൂടോത്രം വെക്കപ്പെട്ടവരും ഒരുപോലെ ഈ കൂടോത്രത്തിൽ വിശ്വസിക്കുന്നു എന്നുള്ളതാണ് കോൺഗ്രസിനെ സംബന്ധിച്ച ദയനീയമായ സാഹചര്യം. സുധാകരന്റെ ആ വീഡിയോയിൽ രക്ഷപ്പെട്ടു എന്ന് പറയുന്ന ഒരു പ്രതികരണം കൂടി കാണാമായിരുന്നു. അപ്പോൾ കൂടോത്രത്തിൽ വിശ്വസിക്കുകയാണ് അതിന് ഇരയായ നേതാക്കളും എന്നുള്ളതാണ്. അപ്പോൾ ഇതിപ്പോൾ ഒരു നേതാവ് 2 നേതാവ് എന്ന മട്ടിലല്ല, കോൺഗ്രസിലെ പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം തന്നെ ഈ പ്രശ്നം നേരിടുന്നു. മാത്രമല്ല കെ സുധാകരൻ പോകുന്ന സ്ഥലത്തെല്ലാം അദ്ദേഹത്തിൻ്റെ ഡൽഹിയിലെ ഓഫീസ്, ഇവിടുത്തെ ഓഫീസ്, വീട്, എല്ലായിടത്തും ഈ രൂപത്തിൽ ആരോ ഒരാൾ ഇങ്ങനെ പ്രവർത്തിക്കുന്നു എന്നുള്ളതിൻ്റെ വിവരങ്ങളാണ് പുറത്തു വരുന്നത്. ദേശീയ തലത്തിൽ കോൺഗ്രസ് ഭരണഘടന ഉയർത്തിപ്പിടിച്ച് നടക്കുമ്പോഴാണ് ഇവിടെ ഈ കൂടോത്ര വിവാദം ഉണ്ടാകുന്നത്. നാണക്കേട് എന്ന രൂപത്തിൽ ഇതിനെ യൂത്ത് കോൺഗ്രസ് മാത്രം കാണുകയാണോ? പ്രധാനപ്പെട്ട കോൺഗ്രസ് നേതാക്കൾ, ജില്ലയിലെ മറ്റു കോൺഗ്രസ് നേതാക്കൾ ഈ വാർത്തയോട് എങ്ങനെയാണ് പ്രതികരിക്കുന്നത്? സിനോജ്. സ്മൃതി, മറ്റ് നേതാക്കൾ ആരും തന്നെ പരസ്യ പ്രതികരണം ഈ വിഷയത്തിൽ നടത്തിയിട്ടില്ല. കെ സുധാകരൻ്റെ ഓഡിയോ തന്നെ ആ വീഡിയോയിലുണ്ട്. അതായത് ഉയിര് പോകാതിരുന്ന് ഭാഗ്യമെന്ന് പറയുന്നുണ്ട്. അതിൽ നമ്മൾ കരുതേണ്ടത് അദ്ദേഹവും അതിൽ വിശ്വസിക്കുന്നു എന്നാണ്. കാരണം ഒരുപക്ഷെ ഉയിര് പോയിരുന്നെങ്കിലോ, അല്ലെങ്കിൽ ആ മന്ത്രവാദി ചോദിക്കുന്നുണ്ട് കാലിന് എന്തെങ്കിലും ഉണ്ടോ, ബലക്ഷയം ഉണ്ടെന്ന് പറയുന്നുണ്ട്. അതായത് അവരും അതിൽ വിശ്വസിക്കുന്നുണ്ട്. രാജ്മോഹൻ ഉണ്ണിത്താനാണ് അവിടെ നിന്ന് ഒപ്പം തന്നെ ചൂണ്ടിക്കാണിച്ച് ഓരോ കാര്യങ്ങൾ വിശദീകരിച്ചു കൊടുക്കുന്നത്. പക്ഷേ അദ്ദേഹം പോലും ഈ കാര്യം വിശദീകരിക്കാൻ വേണ്ടി തയ്യാറായിട്ടില്ല. ഇതിനു മുൻപ് ഈ കാസർഗോട്ടെ കോൺഗ്രസിന് വിഷയം വന്ന സമയത്ത് ബാലകൃഷ്ണൻ പെരിയ പറഞ്ഞത് രാജ്മോഹൻ ഉണ്ണിത്താന് ഇത്തരം വിഷയങ്ങളിൽ വിശ്വാസമുണ്ടെന്ന് ആ കോൺഗ്രസ് നേതാവ് അദ്ദേഹത്തെ പുറത്താക്കി. എങ്കിൽ കൂടി അന്ന് അദ്ദേഹം റിപ്പോർട്ടർ ടിവിയിലൂടെയാണ് വെളിപ്പെടുത്തിയത് ഉണ്ണിത്താന് അങ്ങനെ ഒരു വിശ്വാസമുണ്ടെന്ന് പറയുന്നത്. അത് കോൺഗ്രസ് നേതാക്കൾ തന്നെ ഈ ഭരണഘടന ഉയർത്തിപ്പിടിച്ച് പാർലമെന്റിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്ന സമയത്ത് തന്നെ മറുവശത്ത് ഇങ്ങനെ കൂടോത്ര വിശ്വാസമായി മുന്നോട്ട് പോകുന്നു. ഈ കെ സുധാകരൻ മാത്രമല്ല, മറ്റ് നേതാക്കൾ പോലും ഈ രീതിയിൽ കൂടോത്രത്തിൽ വിശ്വസിച്ചെന്നതിൻ്റെ വാർത്തകൾ കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു. വി എൻ സുധീരൻ്റെ വീട്ടുവളപ്പിൽ നിന്നും സമാനമായ രീതിയിൽ 1 തവണ കൂടോത്രം കിട്ടിയെന്ന് പറയുന്നുണ്ട്. അങ്ങനെ കോൺഗ്രസിൻ്റെ
ഏതാനും ചില നേതാക്കൾ ഇതിൽ ഇപ്പോഴും വിശ്വസിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ കൂടോത്രം വെക്കണമെങ്കിൽ തന്നെ അബിൻ വർക്കി പറയുന്നുണ്ട്, ഇത് പെടാപ്പാടാണല്ലോ, CCTV കാണാതെ, ഈ നേതാവ് കാണാതെ, ഈ മതിൽ ചാടിക്കടന്ന് ആ വീടിന്റെ കന്നിമൂല കണ്ടെത്തി, കന്നിമൂലയിലാണോ ഇത് വെക്കേണ്ടത്? അത് പുറത്തേക്ക് പറയുന്നത്. അതെ 9 തവണ എന്ന് പറയുന്നു. അബിൻ വർക്കി പറയുന്നത് വീടിൻ്റെ കന്നിമൂല കണ്ടത്, കന്നിമൂലയിലാണോ വെക്കുന്നത് എനിക്കറിയത്തില്ല, ഞാൻ കൂടോത്രം വെച്ചിട്ടില്ല. കന്നിമൂല നോക്കിയത് വെക്കണമെങ്കിൽ കുറച്ച് കഷ്ടപ്പാടാണല്ലോ. ഇനി MP ആണ് ഡൽഹിയിൽ ഓഫീസിൽ പോയിട്ട് കട്ടിൻ്റെ അടി വെക്കണമെങ്കിൽ അദ്ദേഹം ഇല്ലാത്ത സമയത്ത് കയറി വെക്കണം, അവിടെ കയറാൻ സ്വാതന്ത്ര്യമുള്ള നേതാവായിരിക്കണം. ഒപ്പം തന്നെ സംസ്ഥാന KPCCയുടെ ഓഫീസിലോ അല്ലെങ്കിൽ യൂത്ത് കോൺഗ്രസിൻ്റെ ഓഫീസാണെങ്കിൽ അവിടെ കയറാൻ പറ്റുന്ന സ്വാധീനമുള്ള ഒരു നേതാവായിരിക്കണം. അതായത് പാളയത്തിനുള്ളിൽ തന്നെയാണ് കൂടോത്രം വെച്ച ആളുള്ളത്. അതുകൊണ്ടാണ് യൂത്ത് കോൺഗ്രസ് ഒരു മുന്നറിയിപ്പ് നൽകുന്നത്. അങ്ങനെ പാളയത്തിനുള്ളിൽ നിന്ന് കൂടോത്രം വെച്ച് കളിക്കാതെ ആ കൂടോത്രം വെക്കാനെടുക്കുന്ന ശ്രമം പാർട്ടിക്ക് വേണ്ടി പണിയെടുത്താൽ പാർട്ടി രക്ഷപ്പെടും. അതുകൊണ്ടാണ് യൂത്ത് കോൺഗ്രസ് ഇങ്ങനൊരു വിമർശനം ഉന്നയിച്ചിരിക്കുന്നത്. ഏതായാലും കൂടുതൽ പ്രതികരണങ്ങൾ വൈകാതെ യൂത്ത് കോൺഗ്രസ് ഭാഗത്തുനിന്ന് വരുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. സ്മൃതി.